ഹായ് ഹലോ വെൽക്കം ടു കോച്ചർ ബൈ ആൻവി. നമുക്കിന്ന് ആദ്യത്തെ കൊറിയർ പാക്കിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം നമുക്ക് വന്നിരുന്നത് അറിയാവുന്നവർ, ഫ്രണ്ട്സ്, കസിൻസ് അങ്ങനെയുള്ളവർ ഓർഡറായിരുന്നു. കൊറിയർ ഓർഡേഴ്സ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൊറിയർ ഓർഡറാണിത്. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇനിയും അവൈലബിൾ ആണ്. നമ്മുടെ പേജിലൊക്കെ ഒന്ന് കയറി എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. കോച്ചർ ബൈ ആൻവി എന്നുള്ള നമ്മുടെ പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗീവ് അവേയിൽ ഒരുപാട് പേർക്ക് ഒരു കമൻറ്റ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡൗട്ട്സ് തോന്നിയിരുന്നു. പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ നടത്താം. നമ്മൾ ഗീവ് അവേയുടെ റൂൾസായിട്ട് പറഞ്ഞിരുന്നത്, ഗീവ് അവേ ഇട്ടിരുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ കോച്ചർ ബൈ അൻവി എന്നുള്ള പേജ് ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനെ തന്നെ റിപ്പീറ്റ് മെൻഷൻ ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു കാര്യത്തിൽ പലർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ റൂൾസ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഗീവ് അവേ വീഡിയോ ഇട്ടിരുന്നു. ഗീവ് അവേ വീഡിയോ നിങ്ങളുടെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കോച്ചർ ബൈ അൻവി എന്നുകൂടി മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തവർ ആരുമില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഈ 3 പേജും ഒന്ന് ഫോളോ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഈ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുൻപോട്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ട് നമ്മുടെ ഈ പേജിന് ഉണ്ടായിരിക്കണം. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ സെല് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മൾ നല്ല വെറൈറ്റി കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്